നമസ്കാരം. കുറച്ച് കാലം മുമ്പ് വരെ എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്തായിരുന്നു, പ്രശ്നം എന്തായിരുന്നു എന്നറിയാമോ? അത് മറ്റൊന്നുമായിരുന്നില്ല, എന്നിലെ ദേഷ്യവും കോപവുമായിരുന്നു. അത് എനിക്ക് എത്രത്തോളം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്നറിയാമോ? നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന ദേഷ്യം നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം തന്നെയാണ്. ആളും തരവും ഒന്നും നോക്കാതെ പൊട്ടിത്തെറിക്കുക, ആളും തരവും ഒന്നും നോക്കാതെ ദേഷ്യം അതേപോലെ തന്നെ പ്രകടിപ്പിക്കുക എന്നതൊക്കെ എൻ്റെ വലിയ ഒരു പ്രശ്നമായിരുന്നു. പ്രത്യേകിച്ച് ദേഷ്യം വരുന്ന സാഹചര്യത്തിൽ എൻ്റെ ഭാഗത്ത് 100% ശരിയുണ്ട് എന്ന് എനിക്ക് ബോധ്യമുള്ള, ഞാൻ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളിൽ ഞാൻ വല്ലാതെ പ്രതികരിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ ആടിനെ ചൂണ്ടിക്കാണിച്ച് പട്ടിയാണെന്നൊക്കെ പറയുക, എന്നിട്ട് അത് ശരിയാണ് എന്ന് വിശ്വസിപ്പിക്കാൻ നമ്മളെ ശ്രമിക്കുക, അത്തരം സാഹചര്യത്തിലൊക്കെ എനിക്ക് നന്നായി പ്രതികരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അത്തരത്തിൽ യാതൊരു ന്യായവും ഇല്ലാത്ത കാര്യത്തിൽ പ്രതികരിക്കാൻ വരുമ്പോൾ ഞാൻ അതിനെ ശക്തമായി എതിർത്തിരുന്നു. എന്നാൽ ഞാനിപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എന്നിൽ ദേഷ്യമേ ഇല്ലാതായിരിക്കുന്നു എന്നൊന്നുമല്ല കേട്ടോ, മറിച്ച് അതിനെ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യാൻ ഞാൻ പഠിച്ചിരിക്കുന്നു എന്നതാണ് കാര്യം. അതിനായി ഞാൻ കണ്ടെത്തിയ, ഞാൻ പരിശീലിച്ച ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്നിവിടെ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ ദേഷ്യമെന്ന് പറയുന്നത് പല തരത്തിലുണ്ട്, ശരിയല്ലേ? ചിലർ വളരെ നിസ്സാര കാര്യത്തിന് പൊട്ടിത്തെറിക്കും, ആകെ പ്രശ്നമുണ്ടാക്കും. മറ്റു ചിലർ ആദ്യമൊന്നും പ്രതികരിക്കാതെ മാക്സിമം പിടിച്ചു നിൽക്കും, അവസാനം തീരെ വയ്യാതെ വരുമ്പോൾ ഒറ്റ പൊട്ടിത്തെറിക്കലാണ്. അത്തരക്കാരെ പിന്നെ പിടിച്ചാൽ കിട്ടുകയുമില്ല കേട്ടോ. ഇനി മറ്റു ചിലർ എല്ലാം ഉള്ളിൽ ഒതുക്കി വെക്കും, എന്നിട്ട് അവസരം വരുമ്പോൾ എല്ലാം കൂടി ഒറ്റ പ്രയോഗമാണ്. ഇനി വേറൊരു കൂട്ടർ എല്ലാറ്റിനും പെട്ടെന്ന് പ്രതികരിക്കും, പക്ഷേ അതിനുശേഷം വേഗം തണുക്കും, പൂർവ്വസ്ഥിതിയിലേക്ക് വരും. ഉള്ളിലൊന്നും വെച്ചുകൊണ്ടിരിക്കുകയില്ല. ഒരു കാര്യമുണ്ടായി പറഞ്ഞു, അത് അവിടെ തീർക്കും. എന്നാൽ മറ്റു ചിലർ ഒന്നും പുറമേക്ക് ഒന്നും പറയില്ല, എല്ലാം ഉള്ളിലൊതുക്കും. പാമ്പ് പക വെച്ച് കൊണ്ടു നടക്കും പോലെ കൊണ്ടു നടന്നിട്ട് അവസരം വരുമ്പോൾ തിരിഞ്ഞുകൊത്തും. ഇത്തരത്തിൽ ദേഷ്യക്കാര് പല പല വിധത്തിലാണ്. ഇക്കൂട്ടത്തിൽ നിങ്ങൾ ഏത് തരത്തിൽ പെടും എന്ന് ദയവ് ചെയ്ത് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താമോ? അപ്പോൾ അനിയന്ത്രിതമായ ഈ ദേഷ്യം നമ്മളുടെ ജീവിതത്തിൽ പല പല നഷ്ടങ്ങൾ നമുക്ക് വരുത്തി വെച്ചേക്കാം. ഉദാഹരണത്തിന്, കുടുംബ ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങളും വിള്ളലുകളും വരാം, സുഹൃബന്ധങ്ങളിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാം, സാമൂഹ്യ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാം, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകാം, തൊഴിലിനെ സാരമായി ബാധിക്കാം. എന്തിനധികം പറയുന്നു, സ്വന്തം ജീവിത പങ്കാളിയും മക്കളും വരെ നമ്മളെ വെറുത്തുവെന്ന് വരാം. സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് പോലും ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവാം. അങ്ങനെ ജീവിതം മൊത്തം തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യം ഉണ്ടാക്കാൻ നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യം അഥവാ കോപം ഒരു കാരണമായേക്കാം. അത്തരത്തിൽ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് ഒരുതരം പ്രത്യേക ഡിപ്രഷൻ അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരുപാട് ആളുകൾ എന്നെ കാണാൻ വേണ്ടി വരാറുണ്ട്. അപ്പോൾ ജീവിതത്തിൽ അത്തരം ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ദേഷ്യത്തെ ഒന്ന് നിയന്ത്രിച്ച് ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള മാർഗങ്ങളാണ്, കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ദയവ് ചെയ്ത് വീഡിയോ മുഴുവനായി കാണാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദേഷ്യമെന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. എല്ലാ മനുഷ്യരിലും, എല്ലാ ജീവജാലങ്ങളിൽ പോലും ദേഷ്യമെന്ന വികാരമുണ്ട് താനും. ദേഷ്യം ഒരു പരിധിവരെ മനുഷ്യന് ആവശ്യവുമാണ് കേട്ടോ. പക്ഷേ നമ്മളത് അതിരുവിടാതെ കാക്കണം, നോക്കണം എന്നത് മാത്രമാണ് ഇവിടെ വിഷയം. എന്ന് വെച്ചാൽ ദേഷ്യമുണ്ട് എന്നത് ഒരു കുറ്റബോധമായിട്ടൊന്നും കൊണ്ടു നടക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. എന്നാൽ കുറച്ചൊക്കെ ശാന്തത കൈവരിക്കാൻ പഠിക്കുക എന്നതിലാണ് കാര്യം. നമ്മുടെ ഇപ്പോഴത്തെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ കലിപ്പൻ എന്ന പേര് അത്ര വലിയ മിടുക്കൊന്നുമല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. കേട്ടിട്ടില്ലേ കലിപ്പന്റെ കാന്താരി എന്നൊക്കെ? അതൊക്കെ വെറുതെയാണ്. അതൊക്കെ ആരുടെയെങ്കിലും മെക്കെട്ട് കയറി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് 2 എണ്ണം മേടിച്ച് കിട്ടുന്നത് വരെയൊക്കെ ഉണ്ടാവും. അതോടെ അതങ്ങ് തീർന്ന് കിട്ടിക്കോളും, ശരിയല്ലേ? ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അനിയന്ത്രിതമായ ദേഷ്യം എന്നതുകൊണ്ട് അവനവൻ്റെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാക്കുന്ന ദോഷവശങ്ങളെ പറ്റിയാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്കല്ല ഒന്ന് സംഭവിക്കുക, നമ്മളുടെ തന്നെ ശരീരത്തിനാണ്. സ്ഥിരമായി ദേഷ്യപ്പെടുന്ന ആളുകളുടെ ശരീരത്തിൽ എന്തൊക്കെ രാസമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നറിയാമോ?
നമ്മളുടെ രക്തക്കുഴലുകൾക്കും ഹൃദയത്തിനുമൊക്കെ വലിയ മാറ്റങ്ങളും ദോഷങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. ഇനി ഈ ദേഷ്യം നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്നും അതിൻ്റെ പരിഹാര മാർഗങ്ങളെ പറ്റിയും പറഞ്ഞു തരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റ് കാര്യങ്ങളെ എന്നതുപോലെ തന്നെ ദേഷ്യത്തെ നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എന്ന് എനിക്കറിയാം കേട്ടോ, പക്ഷേ അത് പരിശീലിച്ചെടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾക്ക് ദേഷ്യം ഉണ്ടാവുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് സ്വയം ചിന്തിക്കണം, ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇത്ര ദേഷ്യപ്പെടുന്നത്, എന്താണ് കാര്യം, ഞാൻ ഇത്രയ്ക്കങ്ങോട്ട് ദേഷ്യപ്പെടാൻ തക്ക വിധത്തിൽ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും, ഇത്രയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ സ്വയം വിശകലനം ചെയ്യുക. രണ്ടാമതായി ഇങ്ങനെ വിശകലനം ചെയ്തതിന് ശേഷം നമ്മളുടെ ചിന്തകളെയും ആ ദേഷ്യത്തെയും ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ സമയത്ത് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ പോയാൽ കാര്യങ്ങൾ നമ്മളുടെ കൈവിട്ടു പോകും എന്ന് തിരിച്ചറിയുക. അതിന് ഒരു ചെറിയ ട്രിക്കുണ്ട്. ദേഷ്യപ്പെടുന്ന ആ സാഹചര്യത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുക. എന്നിട്ട് ആ ദേഷ്യം വരുന്ന കാര്യം ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ വരും വരായികളെ പറ്റി നന്നായി ആലോചിക്കുക. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളൊന്ന് തണുക്കും. അതിനുശേഷം ആ പേപ്പർ വലിച്ചു കീറി കളഞ്ഞേക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എൻ്റെ മിക്കവാറും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ രാവിലെ എണീറ്റതിന് ശേഷവും എല്ലാ ദിവസവും നമ്മുടെ ഫോണൊക്കെ നോക്കുന്നതിന് മുമ്പായി നമ്മളുടെ ശ്വാസതാളത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഒരു അരമണിക്കൂർ, ഏറ്റവും കുറഞ്ഞ 20 മിനിറ്റെങ്കിലും സ്ഥിരമായി മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെ നമ്മളുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും ദേഷ്യത്തെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതുപോലെ ന്യൂറോ സയൻസിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം, നമ്മൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഒരു ചെറിയ ശ്വസന വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. സ്വസ്ഥമായി ഇരുന്നതിന് ശേഷം 4 സെക്കൻഡ് കൊണ്ട് ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുത്ത് 4 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് 8 സെക്കൻഡുകൾ കൊണ്ട് ശ്വാസം മെല്ലെ മൃദുവായി പുറത്തേക്ക് വിടുക. നിങ്ങൾക്ക് നല്ല ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരു 7 പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കൂ. അപ്പോഴറിയാം അതിൻ്റെ അത്ഭുതകരമായ റിസൾട്ടിനെ പറ്റി. ഇങ്ങനെ ചെയ്തു കഴിയുമ്പോഴത്തേക്കും അത്ഭുതകരമായി തീർച്ചയായും നിങ്ങളുടെ ദേഷ്യം തണുത്തിരിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആകും, ഹാർട്ട് റേറ്റ് കൺട്രോളിലാവും, നമ്മളുടെ BP കുറയും. അങ്ങനെ നമ്മൾ നോർമൽ സ്റ്റേജിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. ഇനി അതുമല്ലെങ്കിൽ മറ്റൊരു മാർഗം, ദേഷ്യം വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ആ സാഹചര്യത്തിൽ ഒന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് സമയം വെറുതെ നടക്കുക, കാഴ്ചകളൊക്കെ കണ്ട് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് കുറച്ച് സമയം നടക്കുക എന്നുള്ളതാണ്. ഇതൊന്നും പറ്റിയില്ലെങ്കിലും നല്ല ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ അപ്പോൾ അതിനോട് പ്രതികരിക്കാതെ നല്ല തണുത്ത വെള്ളം തലയിലൊഴിച്ച് ഒന്ന് കുളിച്ചു നോക്കിക്കേ, ദേഷ്യം പമ്പ എടുക്കുന്നത് കാണാം. ഇനി അതിനും പറ്റിയില്ല എങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് മുഖം കഴുകി നോക്കിക്കേ. എന്നിട്ട് പുറത്തിറങ്ങിയതിന് ശേഷം ആ ദേഷ്യപ്പെട്ട ആ സാഹചര്യത്തോട് പ്രതികരിച്ചു നോക്കിക്കേ. നമ്മൾ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് പ്രശ്നം കൂടുതൽ വഷളാക്കാതിരിക്കും എന്നുള്ളതാണ്. നമ്മൾക്ക് നന്നായി ദേഷ്യം വരുന്ന സമയത്ത് നമ്മളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളായിരിക്കുമല്ലോ മിക്കവാറും എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കമാകുക. ദേഷ്യത്തെ നിയന്ത്രിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിദ്യയും ഞാൻ നേരത്തെ സാധാരണ പറയാനുള്ളത് പോലെ തന്നെ എല്ലാ ദിവസവും അരമണിക്കൂർ വ്യായാമം ചെയ്യുക, അതുപോലെ തന്നെ ധാരാളം ഫ്രൂട്ട്സ് ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമ്മളുടെ ഹാപ്പി ഹോർമോണായ ഡോപ്പാമിൻ, സെറാട്ടോണിൻ പോലെയുള്ള ഹാപ്പി ഹോർമോൺസ് നമ്മളുടെ ശരീരത്തിൽ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഫ്രൂട്ട്സിൽ ധാരാളമായി ഹാപ്പി ഹോർമോൺസ് അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്നും സാധിച്ചില്ലെങ്കിലും നന്നായി ദേഷ്യം വരുന്ന സമയത്ത് 1-2 പീസ് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് വായിലിട്ട് അലിയിച്ച് ഒന്ന് കഴിച്ചു നോക്കിക്കേ. അപ്പോൾ കാണാം അത്ഭുതം, നിങ്ങളുടെ ദേഷ്യം മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നതായി കാണാം.
മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ദിവസവും ഏറ്റവും കുറഞ്ഞത് ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു 7 മണിക്കൂറെങ്കിലും ഇത്തരത്തിൽ നല്ല ഉറക്കം ലഭിക്കുന്നത് നിങ്ങളുടെ ദേഷ്യം കുറയ്ക്കും, നിങ്ങളുടെ മൂഡിനെ നന്നാക്കാൻ അത് സഹായിക്കും. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നിങ്ങളുടെ ദേഷ്യം ഒരു പരിധിവരെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഈ പറയുന്നതൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. നിർബന്ധമായും നിങ്ങളൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റിനെയോ ഒരു ഹീലറെയോ സമീപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നർത്ഥം. അത് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് പോലും എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? അത് മറ്റൊന്നുമല്ല, കാലം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും ഇത്തരം കാര്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരമുണ്ട് എന്നും ചികിത്സ ഉണ്ട് എന്നുമൊന്നും പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അഥവാ അറിയാവുന്ന ആളുകളാണെങ്കിൽ തന്നെ എന്തോ നാണക്കേടൊക്കെ വിചാരിച്ച് മടിയൊക്കെ വിചാരിച്ച് ഇത്തരത്തിലുള്ള വിദഗ്ധരെ കാണാൻ പോകാതെ ഇതൊക്കെ സ്വയം സഹിച്ച് ജീവിതം നശിപ്പിച്ച് നരകിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ ഒരു വിദഗ്ധൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തോട് കാര്യങ്ങൾ മുഴുവൻ വിശദമായി പറഞ്ഞ് ഏത് സാഹചര്യത്തിലാണ് കൂടുതലായി എനിക്ക് ദേഷ്യം വരുന്നത്, എന്ത് കേൾക്കുമ്പോഴാണ് എനിക്ക് കൂടുതലായി ദേഷ്യം വരുന്നത്, ആര് എന്ത് പറയുമ്പോഴാണ് കൂടുതൽ ദേഷ്യം വരുന്നത്, ആരിൽ നിന്നാണ് എനിക്ക് കൂടുതലായി ദേഷ്യം വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത്, അതിൻ്റെ സ്വഭാവം എന്താണ്, ദേഷ്യം വരുമ്പോൾ എനിക്കുണ്ടാകുന്ന ഫീലിങ്സ് എന്താണ്, എന്തൊക്കെ ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത് എന്നതൊക്കെ വിശദമായി പറഞ്ഞ് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക. അപ്പോൾ കുറച്ചുകൂടി സ്പെസിഫിക്കായി ഓരോരുത്തർക്കും യോജിച്ച പരിഹാര മാർഗങ്ങൾ അവിടെ നിന്ന് ലഭിക്കും എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞു വെച്ചതൊക്കെ പൊതുവായ വിഷയങ്ങൾ മാത്രമാണല്ലോ. അപ്പോൾ ദേഷ്യം നല്ലതല്ല എന്ന് സ്വയമായി ചിന്തിക്കുക. എന്നാൽ ദേഷ്യം വരാത്തവരായി ആരും ഉണ്ടാവില്ല എന്നും മനസ്സിലാക്കിയിരിക്കുക. എന്നാൽ ദേഷ്യം അമിതമായാൽ അതിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. എന്നിട്ട് അതിനെ നിയന്ത്രിച്ച് സുഖകരമായ ഒരു ജീവിതം നയിക്കേണ്ടതിൻ്റെ ആവശ്യകതകളെപ്പറ്റി തിരിച്ചറിയുക. എന്നിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കുക. അതും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പിസ്റ്റ് പോലെയുള്ള വിദഗ്ധരുടെ സേവനം തേടി സുഖമായി ജീവിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റിയുള്ള കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.